നമസ്കാരം. ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞ അധ്യായങ്ങളിലൊന്നാണ് 1999 കാർഗിൽ യുദ്ധം. അതിശൈത്യവും കൊടും കാറ്റും നിറഞ്ഞ മലനിരകളിൽ ശത്രുക്കളുടെ നീക്കങ്ങളെ തകർത്തെറിയാൻ ഇന്ത്യൻ സായുധ സേന നടത്തിയ പോരാട്ടങ്ങൾ ലോകമറിയുന്നതാണ്. ഈ ചരിത്ര വിജയം സാധ്യമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യോമസേനയുടെ പങ്ക് അവിസ്മരണീയമാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിൽ വ്യോമസേന നടത്തിയ മുന്നേറ്റങ്ങൾ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. പ്രതികൂലമായ ആവാസ വ്യവസ്ഥയിലും ഉയർന്ന മലനിരകളിലും ആദ്യമായി വ്യോമസേന ആക്രമണോത്സുകമായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത ഈ ചരിത്രത്തിൽ വളരെ കുറഞ്ഞ പ്രായത്തിൽ രാജ്യത്തിനായി വീരോചിതമായ സേവനം കാഴ്ചവെച്ച ഒരു യുവ പൈലറ്റായിരുന്നു ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഗൗരവ് ചിബർ. ചരിത്രത്തിൻ്റെ താളുകളിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയ അദ്ദേഹത്തിൻ്റെ ധീരതയും പാകിസ്ഥാൻ്റെ F-16 യുദ്ധവിമാനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ നിർണായകമായ ആകാശ പോരാട്ടവും ഇന്ത്യൻ വ്യോമസേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്. കാർഗിൽ യുദ്ധകാലത്ത് വ്യോമസേനയുടെ അന്നത്തെ അത്യാധുനികമായ MiG-29 യുദ്ധവിമാനം പറത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റായിരുന്നു ഗൗരവ് ചിബർ. അതീവ ദുഷ്കരമായ ആകാശപാതകളിലൂടെയും അതിർത്തിയിലെ സങ്കീർണമായ ചുറ്റുപാടുകളിലൂടെയും ബോംബർ വിമാനങ്ങൾക്ക് അകമ്പടി സേവിക്കുക, കോമ്പാക്ട് എയർ പട്രോളിംഗ് നടത്തുക തുടങ്ങിയ അതിപ്രധാനമായ ചുമതലകളാണ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നത്. വെറും 100 മണിക്കൂറിലധികം മാത്രം വിമാനം പറത്തിയുള്ള പരിചയം ഉണ്ടായിരുന്നിട്ടും തൻ്റെ അസാധാരണമായ ധൈര്യവും ആത്മവിശ്വാസവും കൊണ്ട് അദ്ദേഹം 29ഓളം ദുഷ്കരമായ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഹിമാലയൻ കൊടുമുടികൾക്ക് മുകളിലൂടെ ഏകദേശം 42,000 അടി ഉയരത്തിൽ വിമാനങ്ങൾ പറത്തിയാണ് MiG-29 പൈലറ്റുമാർ ഈ ദൗത്യങ്ങൾ അന്ന് നിർവഹിച്ചത്. ഇന്ത്യയുടെ വ്യോമാധിപത്യം ഉറപ്പാക്കുന്നതിലും ഗ്രൗണ്ട് ട്രൂപ്പുകൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിലും ഗൗരവ് ചിബറിനെ പോലെയുള്ള യുവ പൈലറ്റുമാരുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഈ ദൗത്യങ്ങൾക്കിടയിൽ അദ്ദേഹം പങ്കെടുത്ത ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം പാകിസ്ഥാൻ്റെ F-16 യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സ്ട്രൈക്ക് പാക്കേജുകൾക്ക് അകമ്പടി സേവിക്കുന്നതിനിടയിൽ തൻ്റെ MiG-29 വിമാനത്തിൻ്റെ ആയുധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ F-16 വിമാനങ്ങൾക്ക് നേരെ ലോക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആകാശയുദ്ധത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറിയ ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു തന്ത്രപരമായ പ്രാധാന്യമുണ്ടായിരുന്നു. തൻ്റെ വിമാനത്തിലുണ്ടായിരുന്ന R-77 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ സംവിധാനം ആണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചത്. ദൂരെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനും ആക്രമിക്കാനും സഹായിക്കുന്ന ഈ അത്യാധുനിക ആയുധം ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കം നൽകി. അന്ന് യഥാർത്ഥത്തിൽ മിസൈൽ തൊടുത്തില്ല എങ്കിലും റഡാർ ലോക്ക് ചെയ്യപ്പെട്ടത് മനസ്സിലാക്കിയ ശത്രു വിമാനങ്ങൾ പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതരായി. ഇത് ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ശത്രുക്കൾക്ക് ശക്തമായൊരു താക്കീതായി മാറി. അന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കർശനമായ ചില അതിർത്തി നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. നിയന്ത്രണ രേഖ അഥവാ LOC മറികടന്ന് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യൻ പൈലറ്റുമാർക്ക് അന്ന് അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയ നിയന്ത്രണങ്ങൾക്കിടയിലും അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ പൈലറ്റുമാർക്ക് കഴിഞ്ഞുവെന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ കൃത്യതയെയും പ്രൊഫഷണലിസത്തെയാണ് കാണിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളും BVR മിസൈലുകളും കൈവശമുള്ളപ്പോൾ ശത്രുവിനെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ലാതെ തന്നെ മൈലുകൾക്കപ്പുറത്ത് നിന്ന് ലക്ഷ്യം കാണാൻ സാധിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഗൗരവ് ചിബറിൻ്റെ ഈ ആകാശ ഇടപെടൽ. ഈ പ്രതിരോധം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. തങ്ങളുടെ F-16 വിമാനങ്ങൾ ഇന്ത്യൻ റഡാർ നിരീക്ഷണത്തിൽപ്പെട്ടത് തിരിച്ചറിഞ്ഞ അവർ പിന്നീട് തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്കയിൽ നിന്നും AIM-120C5 അമ്ര മിസൈലുകൾ വാങ്ങുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. ഗൗരവ് ചിബർ MiG-29 വിമാനത്തിൻ്റെ ആയുധ സംവിധാനങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ്റെ F-16 വിമാനങ്ങൾക്ക് നേരെ ലോക്ക് ചെയ്ത നിമിഷത്തിൻ്റെ പ്രാധാന്യം കാർഗിൽ യുദ്ധത്തിൻ്റെ മൊത്തത്തിലുള്ള ഗതിയെ തന്നെ സ്വാധീനിക്കുന്നതായിരുന്നു. അന്നത്തെ കാലത്ത് പാക് വ്യോമസേനയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമായിരുന്നു അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങളും അവയിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും. തങ്ങളുടെ വ്യോമശക്തി കൊണ്ട് ഇന്ത്യൻ പൈലറ്റുമാരെ ഭയപ്പെടുത്താമെന്നും ആകാശത്ത് തങ്ങളായിരിക്കും മേധാവികളെന്നുമുള്ള പാകിസ്ഥാൻ്റെ കണക്ക് കൂട്ടലുകളെയാണ് ഗൗരവ് ചിബറിൻ്റെ ഈ മിന്നൽ നീക്കം തകർത്ത് തരിപ്പണമാക്കിയത്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര അകലെ നിന്നും പോലും
ശത്രു വിമാനങ്ങളെ കൃത്യമായി ലക്ഷ്യം വെക്കാൻ ഇന്ത്യൻ പൈലറ്റുമാർക്ക് സാധിക്കുമെന്ന് ഇത് പാകിസ്ഥാന് മനസ്സിലാക്കി കൊടുത്തു. നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യൻ പൈലറ്റുമാർക്ക് കർശനമായ വിലക്കുണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യൻ ആകാശ പരിധിയിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ച ശത്രു വിമാനങ്ങൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കാൻ ഈ സാങ്കേതിക മികവ് പര്യാപ്തമായിരുന്നു. ആധുനിക ആകാശ യുദ്ധത്തിൽ BVR മിസൈലുകളുടെയും വിശ്വസ്തമായ റഡാർ സംവിധാനങ്ങളുടെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ശത്രുവിനെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ലാതെ തന്നെ മൈലുകൾക്ക് അകലെ വെച്ച് ലോക്ക് ചെയ്യാനും പ്രതിരോധിക്കാനും കഴിയുന്ന ആയുധങ്ങൾ കൈവശമുള്ളപ്പോൾ ശത്രുവിൻ്റെ നീക്കങ്ങൾ എളുപ്പത്തിൽ തടയാൻ സാധിക്കും. ഗൗരവ് ചിബ്ബറുടെ ഈ ആകാശ ഇടപെടൽ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. തങ്ങളുടെ F-16 വിമാനങ്ങൾ ഇന്ത്യൻ റഡാർ നിരീക്ഷണത്തിൽപ്പെട്ടതും കൃത്യമായി ലോക്ക് ചെയ്യപ്പെട്ടതും മനസ്സിലാക്കിയ അവർ പിന്നീട് തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അത്യാധുനിക മിസൈലുകൾ തേടി അമേരിക്കയുടെ കാല് പിടിച്ചു. ചുരുക്കത്തിൽ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നേടിയ വിജയത്തിൻ്റെ തിളക്കം കൂട്ടുന്നതിൽ ഗൗരവ് ചിബ്ബർ നടത്തിയ ഈ സാഹസിക ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രായത്തിൽ വളരെ ചെറുപ്പമാണെങ്കിലും അതിർത്തിയിലെ അതിസങ്കീർണമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം കാണിച്ച പക്വതയും ധീരതയും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് മുതൽക്കൂട്ടായി മാറി. എന്നാൽ രാജ്യത്തിനായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാടിയ ഈ യുവ പൈലറ്റിൻ്റെ ജീവിതം വളരെ പെട്ടെന്നാണ് വിധി അവസാനിപ്പിക്കുന്നത്. കാർഗിൽ യുദ്ധം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം 1999 ഓഗസ്റ്റ് 6 ഹിമാചൽ പ്രദേശിലെ നൈനാദേവിക്ക് സമീപം പതിവ് പരിശീലന പറക്കലിനിടയിൽ അദ്ദേഹത്തിൻ്റെ MiG-21 വിമാനം തകർന്നു വീഴുകയും ഗൗരവ് ചിബ്ബർ വീരമൃത്യു വരിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ജീവൻ നൽകിയ ആ ധീര സൈനികൻ്റെ ഓർമ്മകൾ ഇനിയും മങ്ങിയിട്ടില്ല. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും ഇന്ത്യയുടെ വ്യോമസേനാ ചരിത്രം പരിശോധിക്കുമ്പോൾ കാർഗിലിൻ്റെ മണ്ണിൽ ആകാശത്തിൻ്റെ കാവലാളായി മാറിയ ഫ്ലൈറ്റ് ലഫ്റ്റനൻറ്റ് ഗൗരവ് ചിബ്ബറുടെ പേര് വളരെ ആദരവോടെയാണ് സ്മരിക്കപ്പെടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും പ്രാധാന്യം വിളിച്ചോതിയ അദ്ദേഹത്തിൻ്റെ ജീവിതം രാജ്യത്തിൻ്റെ അഭിമാനവും യുവതലമുറയ്ക്ക് എക്കാലവും വലിയൊരു പ്രചോദനവുമാണ്. ആകാശപ്പടയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ തെളിയിച്ച ധീര സൈനികൻ്റെ സ്മരണകൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തുസൂക്ഷിക്കുന്നതിനായി അതിർത്തികളിലും യുദ്ധമുഖങ്ങളിലും സ്വന്തം ജീവൻ ബലി നൽകിയ ധീരന്മാരായ സൈനികരുടെ എണ്ണം വളരെ വലുതാണ്. ചരിത്ര പുസ്തകങ്ങളിലും മാധ്യമങ്ങളിലും വലിയ ആഘോഷങ്ങളോടെ ഇടം പിടിച്ച ധീരന്മാരെ പോലെ തന്നെ ഒരുപക്ഷെ അതിലേറെ നിശബ്ദതയിൽ രാജ്യത്തിനായി അഹോരാത്രം പോരാടിയ അനേകം വീരനായകന്മാർ നമ്മുടെ ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ കോണുകളിൽ വിസ്മരിക്കപ്പെട്ട് കിടപ്പുണ്ട്. ഫ്ലൈറ്റ് ലഫ്റ്റനൻറ്റ് ഗൗരവ് ചിബ്ബറെ പോലെയുള്ള യുവ സൈനികരുടെ ത്യാഗോജ്വലമായ ജീവിതം ഈ യാഥാർത്ഥ്യത്തിൻ്റെ നേർക്കാഴ്ചയാണ്. പ്രശസ്തിക്കും അംഗീകാരങ്ങൾക്കുമപ്പുറം രാജ്യത്തിൻ്റെ സുരക്ഷയാണ് വലുതെന്ന് കരുതി സ്വന്തം സ്വപ്നങ്ങളെയും കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങിത്തിരിച്ച ഇവരുടെ വീരഗാഥകൾ പുതിയ തലമുറയ്ക്ക് തീർച്ചയായും പ്രചോദനമാവുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇത്തരം അജ്ഞാതരായ സൈനികരുടെ ധീരതയിൽ കൂടെയാണ്. അവർ വെറും സൈനികർ മാത്രമല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെ കാവലാളുകൾ കൂടിയാണ്. ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ ഈ വീരനായകന്മാരെ ഓർമ്മിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. അവരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചുള്ള അറിവ് വരും തലമുറകളിലേക്ക് പകരുമ്പോൾ മാത്രമാണ് നമ്മൾ അവർക്ക് ശരിയായ ആദരവ് നൽകുന്നത്. അംഗീകാരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ മണ്ണോട് ചേർന്ന് പോയ ആ അനേകം വീരന്മാർക്ക് നമ്മുടെ ചരിത്രത്തിൽ ഇനിയെങ്കിലും അർഹമായ സ്ഥാനം ലഭിക്കേണ്ടതുണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തിൻ്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊണ്ട ആ ധീര ജവാന്മാരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സാക്ഷിയിൽ എന്നും ജ്വലിച്ചു നിൽക്കണം. അവരുടെ നിസ്വാർത്ഥമായ പോരാട്ടങ്ങളെയും ത്യാഗങ്ങളെയും ആദരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്തരം ത്യാഗങ്ങളില്ലാതെ ഒരു രാഷ്ട്രത്തിന് സുസ്ഥിരമായ നിലനിൽപ്പ് ഉണ്ടാകില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.